ഈ ഓണക്കാലത്ത് നാം കണ്ട മനോഹരമായ ഒരു സദ്യയുടെ ദൃശ്യമാണിത്. കടുത്ത രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. മലയാളിക്ക് ഇത് അത്ര പുതുമയുള്ളതല്ല, കാരണം ഓണം നൽകുന്നത് ഒരുമയുടെ സന്ദേശമാണ്. പക്ഷേ ഈ ദൃശ്യം ഇപ്പോൾ വലിയ ചർച്ചയ്ക്കും വിവാദത്തിനുമൊക്കെ വഴി തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് മർദ്ദനമേറ്റ ദൃശ്യം പുറത്തു വന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ലെന്നാണ് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനം. നമുക്ക് കെ സുധാകരൻ പറഞ്ഞതൊന്ന് കേൾക്കാം. മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെ കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏത് തരത്തിലുള്ള ദൃശ്യമാണെന്ന് മലയാളി കണ്ടതാണ്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിനെതിരെ പോലീസുകാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പിന്നീട് കേരളം പോയി. ആ ദിവസം ഇരുന്ന് ഒന്ന് ചൂണ് കഴിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഈ ദൃശ്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. അറിഞ്ഞിട്ടും നേരത്തെ നിശ്ചയിച്ചതുപോലെ ഒരു ഒരുമയുടെ സന്ദേശം പകരാനായി സദ്യ കഴിച്ചതാണോ? കെ സുധാകരൻ മാത്രമാണോ ഇപ്പോൾ വിമർശിക്കുന്നത്, അതോ പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ചയാവുന്നുണ്ടോ? സുജി, എന്തായാലും കെ സുധാകരൻ്റേത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കെ സുധാകരൻ വളരെ ചുരുക്കം വാക്കുകളിൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഈ വിമർശനം ഉന്നയിച്ചത്. കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. മോശമായി പോയി, താനാണെങ്കിൽ അത് ചെയ്യില്ല എന്ന ആ രണ്ട് വാക്കുകളിൽ മാത്രമാണ് കെ സുധാകരൻ്റെ വിമർശനം ഒതുങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിലെ പല കോൺഗ്രസ് നേതാക്കളും DCCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും അവരിൽ ഒരാൾ ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്ന ഒരു സംഭവം ഒരു വൈകാരിക വിഷയമായി തന്നെയാണ് അവരെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്, ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അന്നേ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ആ ദിവസം തന്നെ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. ആ മുഖ്യമന്ത്രിയോടൊപ്പം വളരെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു സദ്യയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കിടയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ പല പ്രാദേശിക നേതാക്കൾ, അതുപോലെ തന്നെ പ്രവർത്തകന്മാർ എല്ലാവരും ഫേസ്ബുക്കിലൂടെ നിരവധിയായിട്ടുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ സ്വാഭാവികമായി അത് കൂടുതൽ വാർത്തയാകും. സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകർ പറയുന്നതിനാൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതികരണമായി കെ സുധാകരൻ്റെ പ്രതികരണത്തെ കാണാം. പക്ഷേ അത് കെ സുധാകരൻ്റെ ഒറ്റപ്പെട്ട പ്രതികരണമല്ല. അന്നേ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ആ ഓണസദ്യ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ സംഭവം വളരെയധികം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുകയും വലിയ ഒരു വാർത്തയായി മാറുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് താൻ രേഖപ്പെടുത്താതെയോ ഈ സദ്യയിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങുന്ന പ്രതിപക്ഷ നേതാവ് അത് ഈ കോൺഗ്രസ് പാർട്ടി എന്തായാലും അത് ശരിയായില്ല, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞു വെക്കുകയാണ്. അത് കൃത്യമായ സന്ദേശമാണ്. അത് പാർട്ടിയിൽ മറ്റുള്ളവർ ഏറ്റെടുക്കുമോ, വിമർശനത്തിന് കൂടുതൽ കാഠിന്യം ഉണ്ടാകുമോ എന്നതൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം.